പലരും ഇപ്പം വിചാരിക്കാറുണ്ട് കാനഡയിലൊക്കെ നിയമങ്ങൾ ഭയങ്കര ശക്തമാക്കിയതുകൊണ്ട് ഇനിയിപ്പം സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും PR കിട്ടത്തില്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം പോലെ സ്റ്റുഡൻസിന് ഇപ്പോഴും PR കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ പലരും ഇപ്പോൾ 490 480 സ്കോറൊക്കെ ഉള്ളവർ വിചാരിക്കുന്നുണ്ട് ഇപ്പം വിളിക്കുന്ന എല്ലാം 500-ന് മുകളിലാണ് എന്നുള്ളത്. അതിനി കുറഞ്ഞ് 480 470 സ്കോറുള്ളവരൊക്കെ വിളിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തെങ്ങും 500-ന് താഴെ വിളിക്കത്തില്ല എന്നുള്ളത്. മാത്രമല്ല 500-ൻ്റെ മുകളിൽ സ്കോറുള്ളവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പ്രകാരം 500-ന് മുകളിൽ CRS സ്കോറുള്ളവർ മാത്രം ഏകദേശം 23,000 പേരുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടാണെന്ന ഡ്രോയൊക്കെ നോക്കുകയാണെങ്കിൽ 3,000 പേരൊക്കെയാണ് ഒരു ഡ്രോയിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ, 23,000 പേരുടെ നമ്പർ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ 3,000 പേര് വിളിച്ചാൽ പോലും ഈ 500-ന് മുകളിലുള്ളവരെ ആയിരിക്കും ഇനിയും വിളിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പല ആൾക്കാരും ഇത്രയും പെട്ടെന്ന്, അത് 450 സ്കോർ ഉണ്ടായിരുന്ന പല ആൾക്കാരുമാണ് ഇപ്പം പെട്ടെന്ന് തന്നെ 500-ന് മുകളിലും 520 530 സ്കോർ എടുക്കുന്നത്? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്യുകയും അതിനുശേഷം ഇവിടെ വർക്ക് പെർമിറ്റ് നിൽക്കുമ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോയിൻറ്റ്സ് വീണ്ടും ആഡ് ആവുകയൊക്കെ ചെയ്യും. അത് എല്ലാവർക്കും ഇവിടെ കാനഡയിലൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പഠിക്കുന്നവർക്കെല്ലാം ആഡ് ആവുന്നതാണ് ഇങ്ങനത്തെ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇങ്ങനത്തെ പോയിൻറ്റ്സ് കൊണ്ട് 500-ന് മുകളിലൊന്നും സ്കോർ എത്താൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല ആൾക്കാരും പല പുതിയ വഴികളും കാണുന്നുണ്ട് ഈ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കൂട്ടുക എന്നുള്ളത്. പല ആൾക്കാരും ഇപ്പോൾ CLB 7 CLB 8 ഒക്കെ എടുക്കുന്നുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കൂട്ടുന്നത് വഴി പോയിൻറ്റ്സ് ആഡ് ആകാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പോയിൻറ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പോയിൻറ്റ് CLB 7 എടുക്കുകയോ അല്ലെങ്കിൽ 8 എടുക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും 500-ന് മുകളിൽ എത്താൻ പറ്റത്തില്ല. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. പല ആൾക്കാരും ഇപ്പോൾ ഈസി ആയിട്ട് CLB 7 ഒക്കെ ഫ്രഞ്ചിൽ എടുക്കുന്നുണ്ട്. CLB 7 ഒക്കെ ഫ്രഞ്ചിൽ എടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ പോകുന്നത് 62 എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്. ഇത് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയയാണ്. മാത്രമല്ല ഇപ്പം CLB 7 ഒക്കെ ഫ്രഞ്ചിൽ എടുക്കാൻ വേണ്ടി പല ആൾക്കാരും ക്യൂബക്ക് പോലത്തെ ഒരു പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ ചെന്ന് ക്യൂബക്കിലുള്ള നേറ്റീവായിട്ടുള്ള പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വഴി അങ്ങനെ ഫ്രഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പലരും ഇപ്പം ശ്രമിക്കുന്നുണ്ട്. അടുത്ത ഒരു മാർഗ്ഗമായിട്ട് പലരും ചൂസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുകയും മാത്രമല്ല മാസ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ PR കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് എന്ന് കണ്ടിട്ടാണ് പലരും മാസ്റ്റേഴ്സൊക്കെ എടുക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതാണ് മാസ്റ്റേഴ്സൊക്കെ എടുക്കുമ്പോൾ വീണ്ടും ട്യൂഷൻ ഫീസൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് വീണ്ടും വരികയൊക്കെ ചെയ്യും. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു PR കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി പല ആൾക്കാരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ എടുക്കുകയും BC പോലത്തെ നോമിനേഷൻ സ്ട്രീം വഴി പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ സ്ട്രീമിൽ അവർ അപ്ലൈ ചെയ്യുകയും അതുവഴി അവർക്ക് PR കിട്ടാൻ ഇപ്പോൾ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലാസ്റ്റിലായിട്ട് ഇപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും അതിപ്പം റീസെൻ്റായിട്ട് ഏകദേശം ഒരു 6 മാസം ഒരു വർഷമായിട്ട് ഇപ്പം പലരും അവരുടെ CRS സ്കോർ കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് തിരിച്ച് ഒരു PGWP ഒക്കെ ഇവിടെ ഒരു കയറിയതിന് ശേഷം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലേക്ക് 1 വർഷത്തേക്ക് പോവുക എന്നുള്ളതാണ്. 1 വർഷം പോയിട്ട് ആദ്യത്തെ ഒരു 6 മാസം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അവരൊരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പിന്നെ ആ രണ്ടാമത്തെ ഒരു 6 മാസത്തിൽ അവർ വേറെ എന്തെങ്കിലും ഒരു ജോബിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ അവർക്കൊരു 50 പോയിൻറ്റ്സ് ആണ് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസിൽ അവർക്ക് നേടാൻ സാധിക്കുന്നത്. മാത്രമല്ല അവർക്ക് 2 കാറ്റഗറിയിലുള്ളൊരു ജോബ് അവർ ചെയ്തത് കാരണം 2 കാറ്റഗറി സ്ട്രീമാണ് അവർക്ക് ഓപ്പണായിട്ട് കിട്ടുന്നത്. നമുക്കറിയാവുന്നതാണ് കാറ്റഗറി സ്ട്രീമിൽ അപ്ലൈ ചെയ്യാനായിട്ട് 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് മതി എന്നുള്ളത്. അങ്ങനെ 6 മാസത്തെ ഒരു കാറ്റഗറിയിലുള്ള എക്സ്പീരിയൻസും ഇൻ കേസ് ആ കാറ്റഗറിയിൽ അതിനനുസരിച്ച് പോയിൻറ്റ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ഡ്രോ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിയില്ല രണ്ടാമത്തെ ഒരു 6 മാസം വർക്ക് ചെയ്ത ഒരു കാറ്റഗറിയിലുള്ളൊരു ജോബിന് സ്ട്രീമിൽ അപ്ലൈ ചെയ്യുകയും അതുവഴി അവർക്ക് 2-3 സാധ്യതകളാണ് കൂടുന്നത്. അതായത് ഫോറിൻ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആയിട്ടുള്ള ഒരു 50 പോയിൻറ്റ്സ് കൂടുകയും മാത്രമല്ല 2 കാറ്റഗറിയിലുള്ള ഡ്രോ നടക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇതാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് പല ആൾക്കാരും ഇപ്പം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് കാരണമാണ് നമ്മളിപ്പോൾ
നോക്കുമ്പോൾ എല്ലാവരും അതിശയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 500-ന് മുകളിലൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. പല ആൾക്കാരും വിചാരിച്ചായിരുന്നു 450-ഉം 460-ലൊക്കെ ഡ്രോ കണ്ടക്ട് ചെയ്യുമെന്നുള്ളത്. എന്നാൽ ഈ 500-ന് മുകളിൽ ഇത്രയധികം ആൾക്കാർ കൂടാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ പല ആൾക്കാരും പലരും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പല ആൾക്കാരും അറിയാതെ അവരിപ്പം 450 460-ലുള്ളവരൊക്കെ ആ സ്കോർ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അവർക്കൊരു ഡ്രോ കണ്ടക്ട് ചെയ്യും, അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇങ്ങനത്തെ രീതിയിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ടാവും എന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് പലർക്കും എന്തെങ്കിലും രീതിയിലൊരു പ്രയോജനം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി PR കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ എച്ച് സൈനിങ് ഓഫ്. ബൈ.